ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഒരു ബനാന പീൽ ഓഫ് മാസ്ക് ആണ്. ബനാനയുടെ മാസ്ക് ഞാൻ ഇതിനു മുമ്പേ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബനാനയുടെ പീല് കൊണ്ടുള്ള ഒരു മാസ്ക്. പിമ്പിൾസ് മാറുന്നതിനും ഡാർക്ക് സ്പോട്ട് മാറുന്നതിനും ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം. നമുക്കാദ്യം ഒരു പഴമെടുത്ത് അതിൻ്റെ തൊലി മതി, കാരണം തൊലി കൊണ്ടുള്ള ഒരു മാസ്കാണ്. പഴത്തിൻ്റെ ഒരു തൊലി കൊണ്ടുള്ള ഒരു മാസ്കാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കുന്നത്. എല്ലാ മഞ്ഞപ്പഴമാണ് എടുക്കേണ്ടത്, കാരണം ഏത്തപ്പഴമാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പൂമ്പഴം അങ്ങനത്തെ അതുപോലത്തെ പഴങ്ങളൊക്കെ യൂസ് ചെയ്യാം നമുക്ക് ഈ പീൽ ഓഫ് മാസ്ക് റെഡിയാക്കാൻ. നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ആദ്യം കട്ട് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സിയിൽ അടിക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നുള്ളൂ. ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിലിങ്ങനെ കട്ട് ചെയ്യാം. ഫേസ് ആദ്യം വാഷ് ചെയ്യുക. പിന്നെ ഡാർക്ക് സ്പോട്ട് ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ ഈ ബനാന പീൽ വെച്ച് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്താൽ വളരെയധികം എഫക്റ്റീവ് ആണ്. കാരണം ഡാർക്ക് സ്പോട്ടിനും പിന്നെ ഈ പിമ്പിൾസൊക്കെ ഇങ്ങനെ തരിതരി പോലെ ഉണ്ടാകില്ലേ, അവിടെയൊക്കെ ഒന്ന് സർക്കുലർ മോഷനിൽ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെയധികം എഫക്റ്റീവാണ്. ഇതിപ്പോൾ വീക്കിലി 2-3 ടൈംസ് ചെയ്യാം. കാരണം ഇതിന് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മൾ ബനാന കഴിക്കണവരാണെങ്കിൽ അതിൽ എൻ്റെ ഒരു തൊലി പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പീൽ ഓഫ് മാസ്ക് റെഡിയാക്കുന്നതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബനാന പീലാണിത്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി പേസ്റ്റ് രൂപത്തിലൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത പാക്കാണ്. നമുക്കിനി ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാം. ഇത് മിക്സിയിൽ അടിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യണം. കാരണം ഇത് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ കറക്കും. വാഷ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫേസിലൊരു ഇങ്ങനെ ഒരു പശ പോലെ തോന്നും. അത് നോർമലാണ്, പോയിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ശരിക്കും ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നല്ലൊരു ചേഞ്ച് ആയിരിക്കും. നിങ്ങൾക്കിത് ഒരു തവണ ട്രൈ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ചേഞ്ച് നിങ്ങളുടെ ഫേസിൽ അനുഭവപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ഫേസ് വാഷ് ചെയ്യാം. വാഷ് ചെയ്തു, നല്ലൊരു ചേഞ്ച് ഉണ്ട്. എൻ്റെ ഫേസിന് തന്നെ ഡാർക്ക് സ്പോട്ടൊന്നും അധികം എനിക്കില്ല, എന്നാൽ പോലും നല്ലൊരു ചേഞ്ച് ഉണ്ട്. ഒരു ഗ്ലോവിങ് കിട്ടിയിട്ടുണ്ട്, വൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. നമുക്ക് വേസ്റ്റായി കളയുന്ന പഴം കഴിച്ചിട്ട് ബാക്കി ആ തൊലി ഉപയോഗിച്ചാണ് നമ്മളിത് ഈ പാക്ക് റെഡിയാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.